അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ തന്നെ എല്ലാവരും കണിയൊക്കെ കണ്ടാണല്ലോ. ഞങ്ങളും കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുക. ഇനി വീട്ടിൽ എത്ര കണ്ണാടി ഉണ്ടെന്ന് പറഞ്ഞാലും വാഷ് ബേസിൻ്റെ അവിടുത്തെ കണ്ണാടി കണ്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരത്തില്ല. ഞാൻ പിന്നെ കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി. അവളെൻ്റെ രാവിലെ എണീറ്റ് എൻ്റെ കൂടെ എണീറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ കുട്ടപ്പിയായി. ഈ സമയത്ത് ചേട്ടൻ പോയി റെഡിയായി. ചേട്ടൻ ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ട് ചേട്ടൻ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് റെഡിയാക്കാൻ പോകത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ വിഷു കണി. ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറിയ ആദ്യത്തെ വിഷുവായത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരെ അടുത്തുള്ളൊരു ശിവൻ്റെ അമ്പലത്തിൽ പോയി. കുറുമ്പകര ശിവൻ്റെ അമ്പലത്തിൽ പോയി. ഞങ്ങൾക്ക് അവിടെ നിന്ന് കൈനീട്ടമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു, പ്രസാദമൊക്കെ തൊട്ടു. ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ നിന്നിരുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോയി. അടുത്ത അമ്പലം എല്ലാവർക്കും കേട്ട് നല്ല പ്രശസ്തമാണ്. മലനടയിലെ അമ്പലത്തിൽ പോയി. പിന്നെ ഞങ്ങളവിടെ നേരെ ചെന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന പോലെ ഇതിനകത്ത് കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലനട അമ്പലത്തിൽ പോയി അപ്പനെ കണ്ട് തൊഴുത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്തുള്ള കെട്ടുങ്കൽ ദേവി അമ്പലത്തിൽ പോയി. അവിടെ പോയി തൊഴുതു. അവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ പോയി തൊഴുതിട്ട് നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ കൈനീട്ടം വാങ്ങിക്കണം. അങ്ങനെ അവിടെ പോയി കൈനീട്ടമൊക്കെ വാങ്ങിച്ചു, ഭഗവാനെയൊക്കെ കണ്ടു, അമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.